കൂട്ടുകാരെ, നമ്മളീ പറയാറില്ലേ, ഓ അയാൾ വലിയവനാണ്, നമ്മളൊക്കെ ചെറിയവർ. അവിടുന്നും ചോദി, ഞാനും ചോദി. അതായത് തമ്പ്രാനും ചോദി, ഞാനും ചോദി. പക്ഷേ ഇവിടെ എന്താണ് മഹത്വം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അരവയറിന് വേണ്ടി അല്പം ആഹാരം കെട്ടെടുത്തവനെ അടിച്ചു കൊന്ന നാടാണിത്. അവിടെ ആരാണ് മഹാൻ? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നാം മഹത്വം തെളിയിക്കേണ്ടത്. ജനിച്ചു വീഴുമ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞ ഒരു തറവാട്ടിലായിരിക്കും ജനിക്കുക. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ മോശമായാലോ നാം വലിയവനാവുമോ? ആത്മാവിൽ ദരിദ്രരായവർ, അവരാണ് മഹാത്മാ. നമ്മളൊരു പന്തിയിൽ ചെന്നാൽ ഒന്നാം സ്ഥാനം മോഹിക്കരുത്. നമ്മൾ അവർ കൊണ്ടുപോയി ഒന്നാം സ്ഥാനത്തിരുത്തിയാൽ അതിന് പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് എപ്പോഴും മഹത്വത്തിലേക്ക് മുന്നേറാനായിട്ട് നോക്കുന്നവർ, ഞാൻ വലുത് എന്ന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ അതിന് നമ്മൾ സൈക്യാട്രി പറയുന്ന ഒരു ടേമുണ്ട്, മാനിയ ഡി ഗ്രാൻഡ്വർ അല്ലെങ്കിൽ മെഗലോ മാനിയ എന്ന്. ആ ചിന്തയോട് ജീവിക്കുന്നവർ അവരൊരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. അവരുടെ മനസ്സിൽ മുഴുവൻ അറഗൻസാണ്. അവർ എപ്പോഴും ഒരു ഞാൻ വലുതാണ്, മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ ചെറുതാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടിയും, പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന പാവക്കൂത്ത് കളിക്കാർ, അവർ ഈ നാർസിസിസം എന്ന് പറയുന്ന അസുഖത്തിന് അടിമകളാണ്. അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ വലിയവരാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. രാഷ്ട്രീയത്തിലും ഇത്തരക്കാരുണ്ട്. അവരാണോ വലിയവർ? അതോ വലം കൈ ഇടം കൈ പോലും അറിയാതെ ചാരിറ്റി ചെയ്യുന്നവരാണോ വലിയവർ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും മനസ്സിൻ്റെ ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മനുഷ്യനെ വലിയവനെന്നും ചെറിയവനെന്നും പറയാൻ പാടുള്ളൂ. അല്ലാതെ അവൻ പണക്കാരൻ, അല്ലെങ്കിൽ അവൻ കുറേ ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ, അതല്ല വലിയവനെ നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ചത് പുൽത്തൊഴുത്തിലാണ്. എന്താ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ ജനിച്ചുകൂടായിരുന്നോ? ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് തടവറയിലാണ്. അദ്ദേഹത്തിന് എന്താ അത് മാറ്റിപ്പിടിച്ചുകൂടായിരുന്നോ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? രാജകുമാരനായിട്ട് ജനിച്ച ബുദ്ധൻ എന്താണ് തെരുവിലേക്ക് ഇറങ്ങിയത് ജനങ്ങൾക്ക് വേണ്ടി? അവിടെയാണ് മഹത്വം. വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അതാണ് മഹത്വം. അവിടെയാണ് വലിയവനാവുക. അല്ലാതെ കുറേ വലിയവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഗമയിൽ BMW കാറിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് നടക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരല്ല വലിയവർ.